ഹയോൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നന്നായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പി എസ് സി പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പിന്നെ പി എസ് സി പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ്. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ് അല്ലേ. നമ്മൾ വസിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ 2/3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. അപ്പോൾ ഇവ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവയെല്ലാം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സമുദ്രം ഒഴികെയുള്ള ഭാഗത്ത് നമ്മൾ എന്താ പറയുക? കര എന്നാണ് പറയുക അല്ലേ. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സമുദ്രങ്ങളൊക്കെ എല്ലാം കൂടി പരസ്പരം കണക്ട് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ സമുദ്രങ്ങളെ പോലെ സമുദ്രങ്ങളെല്ലാം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ കരഭാഗങ്ങൾ ഇതുപോലെ കണക്റ്റഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. വിശാലമായ കരയുടെ ഭാഗങ്ങളെ എന്താണ് വിളിക്കുന്നത്? കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ്? കര എന്ന് പറയുന്നത് കണക്റ്റഡ് അല്ല. കാരണം എന്താണ്? ഓരോ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. ഈ കഷ്ണങ്ങൾ നാം എന്താണ് വിളിക്കുന്നത്? ഭൂഖണ്ഡങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു ഭാഗമാണ് കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങളും വിശാലമായ സമതലങ്ങളും വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഭൂഖണ്ഡങ്ങളെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ അല്ലേ. നമ്മ എവിടെയാണ്? ഇന്ത്യ എവിടെയാണ് കിടക്കുന്നത്? ഏഷ്യയിലാണ് കിടക്കുന്നത്. ഇനി എന്താണ് ഉപഭൂഖണ്ഡം എന്ന് വെച്ചാൽ? ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെയാണ് ഭൂപ്രകൃതി വരുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥയും വരുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് എന്ന് പറയുന്നത്, ഒരു വിശാലമായിട്ടുള്ളൊരു ഭാഗമാണ് എന്ന് പറയുന്നത് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമി ശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. അപ്പൊ പാമീർ പീഠഭൂമി ഇതാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. ഈ ഏഷ്യ ഇവിടെ പാമീർ പീഠഭൂമിയുണ്ട്. ഈ പാമീർ പീഠഭൂമിയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നത്? വേർതിരിച്ച് നിർത്തുന്നത് അല്ലേ. ഇനി ഇവിടെ എന്താണ് നോക്കുകയാണെങ്കിൽ ഉന്നതമായ പർവ്വത ശിഖരങ്ങളും വിശാലമായ സമതലങ്ങളും മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ്. അതിനുശേഷം നമുക്ക് അറിയാം 9ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ ഭാഗം, അതായത് നമുക്കറിയാം ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഭൂപ്രകൃതി ഉണ്ട് അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട് 9ാം ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ 7ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയ കാരണം കുറച്ചും കൂടി എന്താണ് ഒരു എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാൻ മാത്രമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ എന്താണ്? പർവ്വതങ്ങളും സമതലങ്ങളും മരുഭൂമികളും അല്ലെ, തീരസമതലങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പാമീർ പീഠഭൂമിയാണ് ഏഷ്യയെ പല ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് പാമീർ പീഠഭൂമി നോക്കാം. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദു കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനത്താണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? പാമീർ പീഠഭൂമി. ഈ പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദു കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ്. ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദു കുഷ്. ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദു കുഷ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു. എന്താ പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ എന്താണുള്ളത്? ഹിമാലയമാണുള്ളത്. കിഴക്കേ ഭാഗത്താണെങ്കിലോ അരക്കൻ പർവ്വത നിരകളാണുള്ളത്. പടിഞ്ഞാറേ അതിർത്തിയിലാണെങ്കിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും കാണപ്പെടുന്നു. അതുപോലെ തന്നെ തെക്കേ അതിർത്തിയിൽ എന്താണ്? ഇന്ത്യൻ
മഹാസമുദ്രമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് എന്താ വരുന്നത്? ഹിമാലയ പർവ്വതമാണ്. ഇനി കിഴക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്? അരക്കൻ പർവ്വത നിരകളാണ്. ഇനി പടിഞ്ഞാറാണെങ്കിലോ ഹിന്ദു കുഷ് പർവ്വത നിരയാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അറ്റത്തും എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. എന്താണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഈ സമുദ്രങ്ങളെ കുറിച്ചിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, നമുക്ക് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ്. കുറെ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നൽകിയിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് ഇന്ത്യൻ ഭൂപടത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെ തിരിച്ചറിയാമല്ലോ. ഏതൊക്കെയാണുള്ളത്? ചിത്രം 6.2 അല്ലേ? 6.2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? ഇതാണ് ഇന്ത്യ കാണപ്പെടുന്നുണ്ട് ഇല്ലേ? ഇന്ത്യ ഉണ്ട് അല്ലേ? ഓക്കെ, ഇന്ത്യ ഉണ്ട്. പിന്നെ ഇതാണ് ഭൂട്ടാൻ കാണപ്പെടുന്നില്ലേ? നോക്കിയേ, ഭൂട്ടാൻ ഉണ്ട്. പിന്നെയോ നേപ്പാൾ ഉണ്ട് അല്ലേ? നേപ്പാൾ ഉണ്ട്. ബംഗ്ലാദേശ് ഉണ്ട്. പിന്നെ പാകിസ്ഥാൻ ഇല്ലേ? പാകിസ്ഥാൻ ഉണ്ട്. മാലിദ്വീപ് അല്ലേ? മാലിദ്വീപ്, അതുപോലെ തന്നെ ശ്രീലങ്ക എന്നിവയുമുണ്ട്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ പാമീർ പീഠഭൂമി ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? പാമീർ പീഠഭൂമിയാണ് ഈ വടക്കേരത്ത് കാണപ്പെടുന്നത് അല്ലേ? ഈ പാമീർ പീഠഭൂമിയാണ് മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാമീർ പീഠഭൂമി മൂന്ന് പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെ പർവ്വതനിരകളാണ്? ഹിന്ദു കുഷ്, ടിയാൻഷൻ, കുൻലൂൺ, അതുപോലെ തന്നെ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടിയാൻഷൻ, കാരക്കോറം അല്ലേ? കാരക്കോറം ഇവിടെ ഉണ്ട് കേട്ടോ. കാരക്കോറം, കുൻലൂൺ, ടിയാൻഷൻ. ഹിന്ദു കുഷ്, കാരക്കോറം, കുൻലൂൺ, ടിയാൻഷൻ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പറയുന്നതാ നോക്കാം. ഇവിടെ ക്ലിയർ ആയി. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാനിൽ ഹിന്ദു കുഷ് പർവ്വതനിര. ഇനി പർവ്വതനിരകളാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ് പറയുന്നത്. പാകിസ്ഥാനിൽ എന്താണ്? ഹിന്ദു കുഷ് പർവ്വതനിരയാണ് അല്ലേ? പാകിസ്ഥാന്റെ ഭാഗത്തായിട്ട് ഹിന്ദു കുഷ് പർവ്വതനിരയുണ്ടെന്ന് മനസ്സിലായി. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര. നോക്കിയേ, ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ ഭാഗങ്ങളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഹിമാലയ പർവ്വതനിര കാണപ്പെടുന്നത്. കണ്ടോ ഹിമാലയം? അപ്പോൾ ഹിമാലയ പർവ്വതനിര എവിടേക്കാണ്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഓക്കെ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. അപ്പോൾ ഇതാണ് ഹിമാലയ പർവ്വതം. ഈ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വിശാലമായിട്ടുള്ള സമതലമുണ്ട് അല്ലേ? സമതല പ്രദേശങ്ങളാണുള്ളത്. ഈ സമതല പ്രദേശങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ അല്ലേ? ഈ നദികളൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ എന്തുണ്ടായിരിക്കാം? എക്കൽ മണ്ണും കൂടെ കൊണ്ടുവരുന്നുണ്ടായിരിക്കും അല്ലേ? എക്കൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ എക്കൽ നിക്ഷേപങ്ങൾ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? ഈ ഒരു സമതലം രൂപപ്പെടുന്നത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാം? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് ഉത്തര മഹാസമുദ്രം രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഉപഭൂഖണ്ഡത്തിന്റെ നോക്കുകയാണെങ്കിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ തന്നെ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഉത്തര മഹാസമുദ്രം കാണപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ടമായ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധം, ജനനിബിഡം. എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ടമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗം പീഠഭൂമിയാണ്. ഇനി ഉത്തര മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിനെ എന്തെന്നാ വിളിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഉത്തര മഹാസമതലമുണ്ട്. ഉത്തര മഹാസമതലം എക്കൽ നിക്ഷേപങ്ങളാൽ നല്ലൊരു
എന്താണ് പറഞ്ഞു, എക്കൽ നിക്ഷേപങ്ങൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ മണ്ണും നിരപ്പാർന്ന ഭൂപ്രദേശവും നദികളാൽ ജലസമൃദ്ധമാണ്, നദികളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജനനിബിഡമാണ്, ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിനുശേഷം അതിന് തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ന് കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ത്രികോണാകൃതിയിലാണ്. അതുപോലെ തന്നെ 150 മുതൽ 900 മീറ്റർ വരെയാണ് ഉയരം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ പറഞ്ഞ എന്നിട്ടായിരുന്നു? വടക്ക് ഭാഗത്തായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു? ഹിന്ദുക്കുഷ് പർവ്വതനിരയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ തെക്ക് ഭാഗത്തോ ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹിമാലയ പർവ്വതനിര എവിടെ കാണപ്പെടുന്നത്? നേപ്പാൾ, ഭൂട്ടാൻ ഈ ഒരു ഭാഗത്തായിട്ടില്ലേ ഹിമാലയ പർവ്വതനിര ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയുടെ വടക്കല്ല കേട്ടോ, വടക്ക് ഹിമാലയ പർവ്വതമാണ്. വടക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയ പർവ്വതമാണ് പറയുന്നത്. വടക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹിമാലയ പർവ്വതം പറയണം. പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഹിന്ദുക്കുഷ് പർവ്വതനിര പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. തെക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി പിന്നെ കിഴക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്കൻ പർവ്വത നിരകളാണ്. കിഴക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? അരക്കൻ പർവ്വത നിരകളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹിമാലയം, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ ഭാഗങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉത്തര മഹാസമുദ്രം കാണപ്പെടുന്നത്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? താർ മരുഭൂമി കാണപ്പെടുന്നത്. പാകിസ്ഥാനിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് എന്താ പറയുന്നത്? കുറ്റിച്ചെടികളൊക്കെയാണ് കാണപ്പെടുന്നത്. കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് കാണപ്പെടുന്നത്. കാരണം എന്താണ്? അവിടെ വെള്ളം അധികം കിട്ടുന്നില്ല അല്ലെ, മഴ ലഭിക്കുന്നില്ല. ഇനി ചിത്രം 6-3 നിരീക്ഷിക്കൂ. ഇതാണ് ഇതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമുണ്ടെന്ന് പറയുന്നു അല്ലെ. തീരപ്രദേശം ഇവിടെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നെന്താ പറയുന്നത്? മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബർ ദ്വീപ് എന്നീ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. നൽകിയിട്ടുള്ള ചിത്രങ്ങൾ 6-4, 6-5 താരതമ്യം ചെയ്ത് അവ ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലെ ജനജീവിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി 6-4 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? മരുഭൂമി ആയിരിക്കും. ഇനി 6-5 ആണെങ്കിൽ എന്തായിരിക്കും? ഇത് 6-5 കാണപ്പെടുന്നത് എന്താണ്? തീരപ്രദേശമല്ലേ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ മരുപ്രദേശവും തീരപ്രദേശവുമാണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥ സവിശേഷതയാണുള്ളത്. അപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുവായിട്ട് നമ്മൾ അറിയപ്പെടുന്നതാണ് മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. മൗസിം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. മൗസിം എന്ന് പറയുന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ എന്ത് സ്വാധീനിക്കുന്നു? മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ക്ലിയർ ആണല്ലോ. ഇനി സൂര്യന്റെ അയനം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. സൂര്യന്റെ അയനം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് അയനം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറാം അല്ലേ. ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലേക്ക് മാറുന്നവയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ, അതായത് നമ്മുടെ ഒരു ഭൂമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടുക്ക് വരുന്നത് ഭൂമധ്യ രേഖയാണ്. മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഉത്തരായന രേഖയാണ്. അടിയിലാണെങ്കിൽ ദക്ഷിണായന രേഖയാണ്. ഇത് 23.5 ഡിഗ്രി നോർത്താണ്. ഇതാണെങ്കിൽ 66 അല്ലെ 23.5 ഡിഗ്രി വടക്കാണ്. പിന്നെ 66.5 ഡിഗ്രി ഇവിടെ 66.5 ഡിഗ്രി വരും അല്ലേ. ഇവിടെ 23.5 ഡിഗ്രി
എന്തുവരും? തെക്ക് വരും അല്ലേ. അപ്പോൾ ഉത്തരായന രേഖയ്ക്കും, ഇതാണ് ഉത്തരായന രേഖ, ഇതാണ് ദക്ഷിണായന രേഖ, ഇവയ്ക്കിടയിൽ സൂര്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ലേ, അതിനെയാണെന്ന് പറയുന്നത് അയനം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. ഭൂമിയുടെ പരിക്രമണം, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്, ഇവയൊക്കെയാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം അനുഭവപ്പെടാൻ കാരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സൂര്യൻ്റെ അയനം മൂലം. നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ അയനം എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയ്ക്ക് മാറും, ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയ്ക്ക് പോകും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് അയനം എന്ന് പറയുന്നത് അല്ലേ. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലേക്കാണ് എങ്കിൽ കരഭാഗത്തെ വായു ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിലെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുന്നു, അതിനൊപ്പം തന്നെ ഉപഭൂഖണ്ഡത്തിലെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. എന്താ പറയുന്നത്? മെയ് ജൂൺ മാസങ്ങളിലാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇനി ദക്ഷിണായന കാലത്ത് നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. ദക്ഷിണായന സമയത്താണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ചൂട് പിടിക്കുമെന്ന് സംഭവിക്കും, ഇത് വായു ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് വരില്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരദിക്കിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവാണ്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വടക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ടേക്ക് ഈ കാറ്റ് വീശുന്നത്. അതിനാൽ തന്നെ അധികം മഴ ലഭിക്കും, മഴയുടെ അളവ് കുറവായിട്ടാണ് ലഭിക്കുക അല്ലേ. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാക്കുന്നു. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്താൽ എന്ത് സംഭവിക്കും? ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകാം. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഏതൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അക്ഷാംശ സ്ഥാനം, ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഏതൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പ്രധാന അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായന രേഖയ്ക്ക് ഇരുവശം നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയിലെ വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയാണെങ്കിൽ ഉത്തരായന രേഖയിൽ തന്നെ തെക്ക് ഭാഗത്ത് എന്താണ്? ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിലാണെങ്കിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയാണ് പഠിക്കാനുള്ളത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു പ്രിയപ്പെട്ട അനുജത്തി ഒരു ഊട്ടിയിൽ പോയിട്ടുള്ള ഒരു കാലാവസ്ഥയെ കുറിച്ചിട്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട അനുജത്തി, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പകൽ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും ഞാൻ കമ്പിളി വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത്. തണുപ്പ് വളരെ കൂടുതലായതിനാൽ രാത്രിയിൽ 2 പുതപ്പ് പുതയ്ക്കേണ്ട അവസ്ഥയാണ്. വീട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ പോലും ഫാൻ ഉപയോഗിച്ചിരുന്ന എനിക്ക് ഇത് ആശ്ചര്യമാണ്. പച്ചവെള്ളത്തിൽ കുളിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ അത് ഓർക്കുവാൻ കൂടി സാധിക്കുന്നില്ല. അവധിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആപ്പിളും സ്ട്രോബെറിയും കൊണ്ടുവരാം. നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ ഇവ വളരുന്നില്ലല്ലോ എന്ന് പറയുന്നത് അല്ലേ. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കാം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഓക്കെ, ഭൂപ്രകൃതിയും എന്താണ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അക്ഷാംശ സ്ഥാനത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അക്ഷാംശം നമ്മൾ പറഞ്ഞു ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് പറഞ്ഞു. ഈ അക്ഷാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ ഉത്തരായന രേഖയിലാണെങ്കിലും ദക്ഷിണായന രേഖയിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഉത്തരായന രേഖയിൽ തന്നെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ ഉഷ്ണകാലമാണെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് എന്താണ്? മിതോഷ്ണ കാലമാണ് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ്. എന്താണ് ഭൂപ്രകൃതിയെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി.
ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. എന്താ പറയുന്നത്? ഈർപ്പവാഹിയായ കാറ്റ് അല്ലേ, ഈർപ്പമുള്ള ഈ ഈർപ്പമുള്ള കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ അല്ലേ, ഈ പർവ്വതങ്ങൾ കാറ്റിനെ എന്ത് ചെയ്യാണ്? തടഞ്ഞു നിർത്താണ് അല്ലേ. കാറ്റിനെ തടഞ്ഞു നിർത്തിയാൽ എന്ത് സംഭവിക്കും? കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് മഴ പെയ്യുന്നത് അല്ലേ. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം മനസ്സിലായല്ലോ. അപ്പോൾ സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ മലനിരകളുടെ കിഴക്കൻ ഭാഗത്ത് എന്താണ്? മഴ ലഭിക്കുന്നില്ല, മഴ വളരെ കുറവാണ് അല്ലേ. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് മഴ പെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ആ ഒരു ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? സഹ്യപർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതം ഉണ്ടല്ലേ. അപ്പോൾ ഈ പർവ്വതം എന്തും ചെയ്യുകയാണെന്ന് ഈ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ മഴ പെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പർവ്വതനിരകൾ കുറവുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഇതുണ്ടാവില്ല അല്ലേ. അതിനാൽ തന്നെ അവിടെ മഴ കുറവായിരിക്കും. അതിനെ നമുക്ക് എന്താ പറയാം? മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയാം. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായി കാറ്റ് വീശുന്നിടങ്ങളിൽ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നുണ്ട്. പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായി കാറ്റ് വീശുന്ന ഇടങ്ങളിലാണെങ്കിൽ അവിടെ തടസ്സങ്ങളൊന്നുമില്ലാന്നുണ്ടെങ്കിൽ കാറ്റ് മഴ പെയ്യിക്കാതെ നേരെ കടന്നു പോകുന്നു അല്ലേ. കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? രാജസ്ഥാനിലെ ആരവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായിട്ട് മാറി. ഇതിനെ പിന്നിലെ കാരണവും ഇതാണ്. അപ്പോൾ പർവ്വതനിരകൾ ഇല്ലാന്നുണ്ടെങ്കിൽ കാറ്റിനെ തടഞ്ഞു നിർത്തില്ല. കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുള്ളൂ അല്ലെ. കാറ്റിനെ തടഞ്ഞു നിർത്തിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? മഴ പെയ്യിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമാണ്. അപ്പോൾ സമുദ്ര സാമീപ്യം എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്നാണ് പറയുന്നത്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ആർദ്ര കാലാവസ്ഥയായിരിക്കും. സമുദ്രത്തിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഇനി കാറ്റിന്റെ ദിശയും അതിൽ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. കാറ്റിന്റെ ദിശയും അതുപോലെ തന്നെ ജലാംശത്തിന്റെ അളവും ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? അല്ല അല്ലേ. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തമാണ്. ഇനി പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര സമതലത്തിൽ മുഖ്യമായും കൃഷി ചെയ്യുന്നത്? അല്ല അല്ലേ. പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ചൊരു ഭാഗം അതോടുകൂടി നമുക്ക് ഈ വിളകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി ഏലം കൃഷി നൽകിയിട്ടുണ്ട്. ഏലം കൃഷി എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തായിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുക? തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും അല്ലേ. ഇനി ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ എന്നിവയുള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷി നടക്കും. എന്നാൽ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായിട്ടും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. അപ്പോൾ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലാണ്, മിതമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിലോ ഗോതമ്പാണ് പ്രധാനപ്പെട്ട ധാന്യവിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയർവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്ത് പോരുന്നുണ്ട്. ഇനി നോക്കിയൊക്കെ നെക്സ്റ്റ് നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ, ജലത്തിന്റെ ആവശ്യകതയൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കാം. നെല്ലിനെങ്കിൽ എന്താണ്? നെല്ലിനെ നോക്കുകയാണെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്ന മാസം നോക്കുകയാണെങ്കിൽ ജൂൺ ആണ്. വിളവെടുക്കുന്ന മാസം സെപ്റ്റംബർ ആണ്. അപ്പോൾ ഈ നെല്ല് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? ഏത് കാലത്തിന് എക്സാമ്പിൾ ആണ്? ഖാരിഫ് കാലത്തിന് എക്സാമ്പിൾ ആണ്. അതായത് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണാണുള്ളത്: ഖാരിഫും റാബിയും സീതും. എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നെല്ല് എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് കാലം വരുന്നത്. അപ്പോൾ നെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖാരിഫ് വിളയാണെന്ന് പറയാം. നെക്സ്റ്റ് ഗോതമ്പാണ്. ഗോതമ്പിന് അധികം ജലം ആവശ്യമില്ല, മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബർ മാസങ്ങളിൽ വിത്ത് വിതയ്ക്കും. വിളവെടുക്കുന്നത് മാർച്ച് മാസത്തിലാണ്. തണ്ണിമത്തനാണെങ്കിൽ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഇനി ഏപ്രിലാണെങ്കിൽ എന്താണ്? വിത്ത് വിതയ്ക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ വിളവെടുക്കുന്ന മാസം നോക്കുകയാണെങ്കിൽ ജൂൺ ആണ്.
വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായാലോ. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ 3 കാർഷിക കാലമുണ്ട്: ഖാരിഫ്, റാബി, സെയ്ദ്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്തും ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. എന്താ പറയുന്നത്? തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. അതായത് ഖാരിഫ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ചോദിക്കാം. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവരയാണ്. കാരണം ഇവിടെ നന്നായിട്ട് ജലം ആവശ്യമാണ്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ പരവോടെ ആരംഭിക്കുന്ന റാബി കാലം. അപ്പോൾ ശൈത്യകാല വിളകൾ നമുക്ക് ചോദിക്കാറുണ്ട്. ശൈത്യകാലം എന്ന് പറയുന്നത് റാബി വിളയാണ്. ശൈത്യകാലത്ത് ആരംഭിക്കുന്നത് റാബി കാലമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ശൈത്യകാലം വരുന്നത്. ആ സമയത്താണ് ഈ റാബി കാലം വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ശൈത്യകാലത്തെയാണെന്ന് പറയുന്നത് റാബി കാലം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി ചെയ്യുന്നത് അതിനാണെന്നുണ്ടെങ്കിൽ അധികം ജലം ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ജലം ആവശ്യം അധികം ഇല്ലാത്ത കൃഷികളാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയൊക്കെയാണ് ആ സമയത്ത് കൃഷി ചെയ്യുന്നത്. ഇനി ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കും. നെക്സ്റ്റ്, റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ സെയ്ദ് എന്ന് വെച്ചാൽ എന്താണ്? വേനൽക്കാലത്താണ് സെയ്ദ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ അധികം ജലം ആവശ്യം വരുന്നില്ല. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ സെയ്ദ് എന്ന് പറയുമ്പോൾ തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, അതുപോലെ തന്നെ കാലിത്തീറ്റ വിളകളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു ഖാരിഫ് വിളയുണ്ട്, റാബി വിളയുണ്ട്, സെയ്ദ് വിളയുണ്ട്. ഖാരിഫ് വിള എന്ന് വെച്ചാൽ അധികം ജലം ആവശ്യമില്ല, നന്നായി ജലം ആവശ്യമുണ്ട്. അപ്പോൾ നെല്ലും ബജ്റ, തുവര, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ചണം, പരുത്തി എന്നിവയൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ജൂൺ ടു സെപ്റ്റംബർ മാസമാണ് വരുന്നത്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെങ്കിൽ ശൈത്യകാലമാണ്. ശൈത്യകാലമാണെങ്കിൽ റാബി വിളയാണ്. റാബി വിള എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: പയറുവർഗ്ഗങ്ങളും, ഗോതമ്പും, കടുകും മുതലായവയാണ് എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെയ്ദാണ്. വേനൽക്കാല വിളയാണ്. അധികം ജലം ആവശ്യം വരുന്നില്ല. അതായത് പച്ചക്കറികളും, വെള്ളരി, തണ്ണിമത്തൻ എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് വിളകളെ ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകൾ അങ്ങനെ പലതരം വിളകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതാണ് അല്ലേ. ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളും എന്നായി 2ആയി തരംതിരിക്കാം. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളാണ്. ഇനി പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങൾ. നാണ്യവിളകൾ എന്ന് വെച്ചാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ വേണ്ടിയിട്ടാണ്. അതായത് കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവയൊക്കെ നാണ്യവിളകളാണ്. ഈ നാരുവിളകൾ എന്ന് വെച്ചാൽ പരുത്തിയും ചണവും ഒക്കെയാണ് പ്രധാനപ്പെട്ട നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്ന നാരുവിളകളാണ്. ഇനി എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എണ്ണക്കുരുക്കൾ എന്ന് വെച്ചാൽ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അതിന് ആ കൃഷിയാണെന്ന് പറയുന്നത് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. അതായത് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവയിൽ നിന്നൊക്കെ ഈ എണ്ണ ലഭിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഈ വിളകളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലരും തോട്ട വിളകളായിട്ടാണ് അവ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജലസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികൾ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ധാന്യ കൃഷിയും വാണിജ്യ കൃഷിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.